ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അൽഷൈമേഴ്സ് രോഗം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ബിയോങ് എന്ന വൃദ്ധനെയാണ് കാണിക്കുന്നത്. അന്ന് വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നുപോയിരുന്ന ബിയോങ്ങിനെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. പിന്നീട് ബിയോങ്ങിൻ്റെ മകളായ സാന്ദ്ര അങ്ങോട്ടേക്കെത്തി ബിയോങ്ങിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതിപ്പോൾ ഒരുപാട് തവണയായല്ലോ എനിക്ക് ജോലിക്കിടെ ഇടയ്ക്കിടെ ഇങ്ങനെ ഓടി വരാൻ സാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഒരു ടേപ്പ് റെക്കോർഡ് ബിയോങ്ങിന് സമ്മാനിച്ചു. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മാത്രമാണ് ബിയോങ് തൻ്റെ മറവി അൽഷൈമേഴ്സ് മൂലമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നത്. യുവാവായിരുന്ന കാലത്ത് ബിയോങ്ങിനൊരു അപകടം സംഭവിക്കുകയും അന്ന് ബിയോങ്ങിൻ്റെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതാണ് അൽഷൈമേഴ്സ് വരാനുള്ള കാരണമെന്ന് ഡോക്ടർ ബിയോങ്ങിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണ് അവരുടെ ആ കൊച്ചു നഗരത്തിൽ ഒരു സൈക്കോ കൊലപാതകി യുവതികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വാർത്ത ബിയോങ് കേൾക്കാനിടയാവുന്നത്. തനിക്കും ആ പ്രായത്തിലുള്ള മകളുള്ളതിനാൽ ബിയോങ്ങിൻ്റെ ഉള്ളിലെ ഭീതി വർദ്ധിച്ചു. ഉടൻ തന്നെ ബിയോങ് തൻ്റെ റൂമിലേക്ക് ഓടി താൻ സൂക്ഷിച്ചു വച്ചിരുന്ന കൗമാരക്കാലത്തെ തൻ്റെ 2 വെള്ള ഷൂസുകൾ കയ്യിലെടുത്തു. ഒരു സമയത്ത് അവൻ്റെ മകളായ സാന്ദ്ര പുറത്തു പോവുകയായിരുന്നു. സൈക്കോ കൊലപാതകിയുള്ളതിനാൽ ബിയോങ് അവളുടെ യാത്ര തടയാൻ ശ്രമിച്ചെങ്കിലും അത് വകവയ്ക്കാതെ സാന്ദ്ര പുറത്തുപോയി. ബിയോങ് പഴയ കാര്യങ്ങളൊന്നും മറന്നു പോകാതിരിക്കാനായി അതെല്ലാം തൻ്റെ കമ്പ്യൂട്ടറിൽ നോട്ടായി എഴുതി വച്ചിരുന്നു. അന്ന് ബിയോങ് അവൻ്റെ ഓർമ്മയിലേക്ക് വന്ന കൗമാരകാലത്തെ അവൻ്റെ ഒരു ദുരനുഭവം കമ്പ്യൂട്ടറിൽ കുറിച്ചിടുകയാണ്. അന്ന് മദ്യപിച്ചു ലക്കുകെട്ടിരുന്ന അവൻ്റെ പിതാവ് അവൻ്റെ അമ്മയെയും സഹോദരിയായ മരിയയെയും അതിമൃഗീയമായി പീഡിപ്പിച്ചിരുന്നു. ഈ ഒരു സമയത്ത് ഭീതിയോടെ മരിയ അവൻ്റെ വെള്ള ഷൂ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ശേഷം ക്രൂരനായ അവൻ്റെ പിതാവ് ബിയോങ്ങിനെയും അതിമൃഗീയമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. ശേഷം അയാൾ ബിയോങ്ങിനെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഇതോടുകൂടി പിതാവിൻ്റെ ഈ ഒരു നീചമായ പ്രവൃത്തി താങ്ങാനാവാതെ ബിയോങ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുകയാണ്. ശേഷം അവൻ തൊട്ടടുത്തായി ഉണ്ടായിരുന്ന മുളങ്കാട്ടിൽ ഒരു കുഴികുത്തി പിതാവിൻ്റെ മൃതദേഹം അതിലിട്ട് മൂടി. താൻ പിടിക്കപ്പെടുമെന്നുള്ള ഭീതി ബിയോങ്ങിനെ അലട്ടി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ആരും ബിയോങ്ങിനെ അന്വേഷിച്ചെത്തിയില്ല. അങ്ങനെ ബിയോങ്ങും കുടുംബവും സ്വസ്ഥമായ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. ഈ ഒരു സംഭവത്തോടെ ബിയോങ്ങിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരുന്നു. അതോടെ ആരെ കൊന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്ത അവനിൽ ഉടലെടുത്തു. ശേഷം ബിയോങ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്ന ഒരു മത്സ്യവ്യാപാരിയെ കൊലപ്പെടുത്തി. പിന്നീട് ബിയോങ് മോതിരം വിഴുങ്ങിയതിൻ്റെ പേരിൽ നായിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു യുവതിയെയും നിഷ്കരണം കൊന്നുതള്ളി. അപ്രകാരം ക്രൂരതകൾ കാണിച്ചിരുന്ന നിരവധി പേരെ ഒരു തെളിവും അവശേഷിക്കാതെ ബിയോങ് കൊന്നുതള്ളിയിരുന്നു. അവരെയെല്ലാം ബിയോങ് തൻ്റെ പിതാവിനെ അടക്കം ചെയ്തിരുന്ന ആ ഒരു മുളങ്കാട്ടിലാണ് കുഴിച്ചിട്ടിരുന്നത്. മൃഗ ഡോക്ടറായിരുന്ന ബിയോങ് പിന്നീട് ആ ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിരവധി പേരെ കൊലപ്പെടുത്തിയിരുന്ന ഒരു സൈക്കോയായിരുന്നു ബിയോങ്. മൃഗങ്ങളെ ചികിത്സിച്ചിരുന്ന ഒരു ക്ലിനിക്ക് ബിയോങ് ഇപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാൽ അന്ന് മരുന്നുകൾ കൃത്യമായി കൊടുക്കാൻ മറന്നു പോവുകയും അങ്ങനെ ഒരു പൂച്ച ബിയോങ്ങിൻ്റെ ക്ലിനിക്കിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഒന്നും മറന്നു പോകാതിരിക്കാനായി ബിയോങ് പിന്നീട് താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു. നേരം പോക്കിനായി ബിയോങ് കവിത എഴുതുന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ബിയോങ് എഴുതിയിരുന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള കവിത കേട്ട് ജൂവി എന്ന യുവതി അവനിൽ ആകൃഷ്ടനായി. അതിനാൽ തന്നെ ജൂവി പിന്നീട് അവൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്ന മുളങ്കാട്ടിലേക്ക് ചെന്ന് 17 വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്തിരുന്ന അവസാനത്തെ കൊലപാതകത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ്. അന്ന് അവൻ കൊന്നിരുന്നത് ഒരു സ്ത്രീയെയാണ്. എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീയെ കൊന്നതെന്ന് അവന് ഓർമ്മ കിട്ടുന്നില്ല. ആ സ്ത്രീയെ കൊന്ന് മുളങ്കാട്ടിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ബിയോങ്ങിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. അന്ന് ശക്തമായ തലവേദനയുമായാണ് ബിയോങ് വീട്ടിലേക്ക് എത്തിയിരുന്നത്. വീട്ടിലേക്കെത്തിയ ബിയോങ്ങിനെ കണ്ട് മകളായ സാന്ദ്ര പേടിച്ചു കരഞ്ഞതോടെ ബിയോങ്ങിന് കുറ്റബോധം വരികയാണ്. അങ്ങനെ 17 വർഷങ്ങൾക്ക് മുൻപ് ആ ദിവസമാണ് ബിയോങ് തൻ്റെ കൊലപാതക പരമ്പര അവസാനിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് ബിയോങ്ങിൻ്റെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് താൻ തന്നെയായിരിക്കുമോ, താൻ അതെല്ലാം മറക്കുന്നതായിരിക്കുമോ എന്നുള്ളൊരു ചിന്ത ഉടലെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ നാടുകളിൽ കൊലപാതകങ്ങൾ നടത്തിയിരുന്ന യഥാർത്ഥ സൈക്കോ ഒരു യുവതിയെ കൊന്ന് അവളുടെ ശരീരം മറവ് ചെയ്യാനായി കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിലേക്ക് പോയിരുന്ന ബിയോങ്ങിൻ്റെ വാഹനം തൻ്റെ ടേപ്പ് റെക്കോർഡ് അടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ആ സൈക്കോയുടെ വാഹനത്തിലിടിച്ചു. പുറത്തേക്കിറങ്ങിയ ബിയോങ് കാറിൻ്റെ ഇടയ്ക്കിലുണ്ടായിരുന്ന ചാക്കിൽ നിന്നും താഴേക്ക് രക്തമൊലിക്കുന്ന കാഴ്ച കാണാനിടയായി. അവൻ ആ രക്തത്തിൻ്റെ സാമ്പിൾ എടുത്തു. ഈ ഒരു കാഴ്ച കണ്ട് കാറിലുണ്ടായിരുന്ന
സൈക്കോയായ തേജു എന്ന ഒരു യുവാവ് പുറത്തേക്കിറങ്ങി. എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും നിങ്ങൾ പൊക്കോളുവെന്നും തേജു ബിയോങ്ങിനോട് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ തേജുവാണ് കൊലപാതകങ്ങൾ ചെയ്തിരുന്ന സൈക്കോ കില്ലറെന്ന് ബിയോങ്ങിനെ മനസ്സിലായി. കാറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ബിയോങ് തൻ്റെ കാർഡ് തേജുവിന് കൈമാറി. തേജു പോയതോടെ മറന്നു പോകാതിരിക്കാനായി ഈ സംഭവങ്ങളെല്ലാം ബിയോങ് റെക്കോർഡ് ചെയ്തു വെച്ചു. വീട്ടിലേക്കെത്തിയ ബിയോങ് താൻ എടുത്തിരുന്ന രക്തസാമ്പിൾ പരിശോധിക്കുകയും അത് മനുഷ്യൻ്റെ രക്തമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. നിരപരാധിയായ യുവതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയായിരുന്നു തേജുവിൻ്റേത്. തനിക്കും ഒരു മകളുള്ളതിനാൽ പേര് വെളിപ്പെടുത്താതെ തൻ്റെ സംശയങ്ങൾ ബിയോങ് പോലീസിൽ വിളിച്ചറിയിച്ചു. എന്നാൽ പോലീസുകാർ ഇതെല്ലാം തമാശയോടെയാണ് കേട്ടത്. കാരണം തേജു ഒരു പോലീസ് ഓഫീസറാണ്. താൻ മാനിറച്ചു കൊണ്ടുപോയതാണെന്നും അയാൾ തെറ്റിദ്ധരിച്ചതാണെന്നും തേജു സഹപ്രവർത്തകരോട് പറഞ്ഞു. ഓർമ്മക്കുറവ് മൂലം ബിയോങ് അന്ന് വറുക്കാൻ വച്ചിരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ മൊബൈൽ ഫോണും ഇട്ടിരുന്നു. ഈ നേരത്താണ് അവന് തേജുവിൻ്റെ ഫോൺ കോൾ വരുന്നത്. ചേട്ടൻ അന്ന് കണ്ടിരുന്നത് മാനിറച്ചിയാണെന്നും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും തേജു ബിയോങ്ങിനോട് പറഞ്ഞു. താനാണ് അത് ചെയ്തിരുന്നതെങ്കിൽ താൻ ആ മൃതശരീരം ആ ഒരു റോഡ് അവസാനിക്കുന്ന ചതുപ്പിൽ ഉപേക്ഷിക്കുമായിരുന്നു. എല്ലാ സൈക്കോകളുടെയും രീതി ഒന്നു തന്നെയാണ്. അങ്ങനെ ബിയോങ് ചതുപ്പിലേക്ക് പോയി പരിശോധന നടത്തുകയും തേജു അവിടെ ഉപേക്ഷിച്ചിരുന്ന ആ ഒരു യുവതിയുടെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ബിയോങ് അനോണിമസ് കോളായി ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. തേജു ഉൾപ്പെടെയുള്ള പോലീസുകാരെത്തി മൃതശരീരം അവിടെ നിന്നും കൊണ്ടുപോയി. പിന്നീട് തേജു ഒരു പൂച്ചയുമായി മൃഗങ്ങളെ ചികിത്സിച്ചിരുന്ന ബിയോങ്ങിൻ്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടങ്ങോട്ടേക്കെത്തിയ സാന്ദ്ര അദ്ദേഹത്തിന് അൾഷിമേഴ്സ് വന്നതുമൂലം ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെന്ന് തേജുവിനോട് പറഞ്ഞു. അവനിരിക്കെ ബിയോങ്ങിൻ്റെ പരിചയക്കാരനായ ഒരു പോലീസുകാരൻ അവനെ കാണാനായി എത്തി. താനെന്നും സിഗരറ്റ് വാങ്ങിയിരുന്ന കടയിലെ തനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ആ സൈക്കോ കൊലപ്പെടുത്തിയിരുന്നുവെന്ന് ബാസി എന്ന പോലീസുകാരൻ ബിയോങ്ങിനോട് പറഞ്ഞു. ഈ നേരത്തെ ബിയോങ് തൻ്റെ വാഹനം ഇടിച്ചിരുന്ന ആ ഒരു വണ്ടിയുടെ നമ്പർ ബാസിക്ക് കൈമാറുകയാണ്. ഈ വണ്ടി ആരുടേതാണെന്ന് കണ്ടെത്തണമെന്നും താനിത് കേസാക്കാത്തതിനാൽ ഇക്കാര്യം തന്നോട് രഹസ്യമായി പറഞ്ഞാൽ മതിയെന്നും ബിയോങ് ബാസിയെ അറിയിച്ചു. അന്നു രാത്രിയിൽ സാന്ദ്ര തനിയെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ ഒരു സമയത്ത് തേജു കാറുമായി അവരുടെ പക്കലേക്ക് എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ അത്ര സേഫല്ലെന്നും ഞാൻ നിന്നെ വീട്ടിലേക്ക് ആക്കി തരാമെന്നും തേജു സാന്ദ്രയോട് പറഞ്ഞു. അവനൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ സാന്ദ്ര തേജുവിൻ്റെ വാഹനത്തിലേക്ക് കയറി. ഏറെ നേരം വൈകിട്ടും തൻ്റെ മകളെ കാണാതെ ബിയോങ് പരിഭ്രാന്തിയിലായിരുന്നു. ഈ ഒരു സമയത്താണ് ദൂരെ നിന്നും ഒരു സ്ത്രീ നടന്നു വരുന്ന കാഴ്ച ബിയോങ് ശ്രദ്ധിക്കുന്നത്. അടുത്തെത്തിയതോടെ അത് താൻ 17 വർഷങ്ങൾക്ക് മുൻപ് കൊലപ്പെടുത്തിയിരുന്ന ആ ഒരു യുവതിയാണെന്ന് ബിയോങ്ങിന് തോന്നുകയാണ്. ദേഷ്യത്തോടെ അവൻ ആ യുവതിയോടെ കഴുത്തു ഞെരിച്ച് അവളെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു. ഉടൻ തന്നെ ആ യുവതി അലറി വിളിച്ചു. അപ്പോഴാണ് അത് തൻ്റെ മകളായ സാന്ദ്രയാണെന്ന് അവൻ തിരിച്ചറിയുന്നത്. പിന്നീട് ബിയോങ് മഠത്തിലെ കന്യാസ്ത്രീയായ തൻ്റെ സഹോദരിയായ മരിയയെ കാണാനായി ചൊല്ലുകയാണ്. തനിക്ക് അൽഷിമേഴ്സാണ്. ഞാൻ സാന്ദ്രയ്ക്ക് ഒരു ഭാരമാകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനാൽ തന്നെ ഞാൻ ഇവിടുത്തെ അഗതി മന്ദിരത്തിലേക്ക് മാറാൻ പോവുകയാണെന്ന് അവൻ തൻ്റെ സഹോദരിയോട് പറഞ്ഞു. വിഷമിക്കേണ്ടെന്നും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും സഹോദരിയായ മരിയ അവന് മറുപടി നൽകി. പിന്നീട് അവൻ കഴിച്ചിരുന്ന ഭക്ഷണം അവിടെ മറന്നു വെച്ചുകൊണ്ട് ബിയോങ് അവിടെ നിന്നും തിരികെ പോയി. പിന്നീട് ഒരു ദിവസം കവിതയുടെ ക്ലാസ് കഴിഞ്ഞ് പോകും വഴി ജൂവി എന്ന യുവതി അവൻ്റെ വാഹനത്തിലേക്ക് കയറി. ഒരു സമയത്താണ് അവൻ തേജുവിനൊപ്പം കറങ്ങി നടന്നിരുന്ന തൻ്റെ മകളായ സാന്ദ്രയെ കാണുന്നത്. അവനോടി സാന്ദ്രയുടെ പക്കലേക്ക് ചെന്നെങ്കിലും തേജു ആരാണെന്നുള്ള കാര്യം ബിയോങ് മറന്നുപോയിട്ടുണ്ടായിരുന്നു. സംശയത്തോടെ വാഹനത്തിലേക്ക് കയറി അവൻ ജൂവിയെ വഴിയിലിറക്കി വിട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി. തൻ്റെ പിതാവിനെ അൾഷിമേഴ്സാണെന്നും അദ്ദേഹം എല്ലാ കാര്യങ്ങളും മറന്നു പോവുകയാണെന്നും സാന്ദ്ര തേജുവിനെ അറിയിച്ചു. ഈ ഒരു സമയത്ത് അവൾ പിതാവ് സ്ഥിരമായി പോകാറുള്ള മുളങ്കാടിനെക്കുറിച്ചും അവനോട് പറഞ്ഞിരുന്നു. അവനിരിക്കെയാണ് ബാസി എന്ന പോലീസുകാരൻ ബിയോങ്ങിൻ്റെ പക്കലേക്കെത്തി. അന്ന് തൻ്റെ വാഹനം ഇടിച്ചിരുന്നത് തേജു എന്ന പോലീസുകാരൻ്റെ കാറിലാണെന്ന് ബിയോങ്ങിനെ അറിയിക്കുന്നത്. ഈ ഒരു സമയത്താണ് സാന്ദ്രയുടെ കാമുകൻ സൈക്കോയായ തേജു ആണെന്നുള്ള കാര്യം വീണ്ടും ബിയോങ്ങിൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത്. ഭീതിയോടെ അവൻ സാന്ദ്രയെ വിളിച്ചു. ഞാൻ തേജുവിൻ്റെ കൂടെ തിയേറ്ററിലാണെന്ന് അവന് മറുപടി നൽകി. മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവളെ രക്ഷിക്കാനായി ബിയോങ് തിയേറ്ററിലേക്ക് പാഞ്ഞു. എന്നാൽ തിയേറ്ററിലേക്കെത്തി അല്പസമയത്തിനകം തന്നെ ബിയോങ് താൻ വന്നതെന്തിനാണെന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. അതോടെ ബിയോങ് സിനിമ കണ്ട് അവിടെ ആസ്വദിച്ചിരിക്കുകയാണ്. എന്നാൽ സിനിമ കഴിഞ്ഞ് ഏവരും തിയേറ്റർ വിട്ടതോടെ ബിയോങ്ങിൻ്റെ മനസ്സിലേക്ക്
അവർ മകൾ തിരികെ എത്തി. അതോടെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തൻ്റെ മകളെപ്പറ്റി അന്വേഷിക്കാനുള്ള പരാതി കൊടുക്കാനായി പോവുകയാണ്. ഈ സമയത്താണ് അവന് സാന്ദ്രയുടെ ഫോൺ കോൾ വരുന്നത്. സാന്ദ്ര വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് പാഞ്ഞു. ഇനിയൊരിക്കലും തേജുവിനെ കാണരുതെന്നും അവനൊരു സൈക്കോയാണെന്നും ബിയോങ് മകളോട് പറഞ്ഞു. ഓർമ്മക്കുറവ് മൂലമുള്ള ബിയോങ്ങിൻ്റെ വിഭ്രാന്തിയാണെന്നാണ് സാന്ദ്ര കരുതിയിരുന്നത്. തേജു സൈക്കോയാണെന്ന് തെളിയിക്കാനായി താൻ അന്നെടുത്തിരുന്ന ആ ഒരു സാമ്പിൾ അവൻ ബാസിക്ക് കൈമാറി. കാര്യങ്ങളെല്ലാം അവൻ ബാസിയോട് പറഞ്ഞു. ഇതിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം ഒരാഴ്ചയെടുക്കുമെന്ന് ബാസി അവന് മറുപടി നൽകി. എന്നാൽ പിന്നീട് തേജു സാന്ദ്ര ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവളെ കാണാനായി ചൊല്ലുകയാണ്. ഇരുവരും ഒന്നിച്ച് കറങ്ങാൻ പോകുന്ന സമയത്താണ് ബിയോങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ബിയോങ് സാന്ദ്രയെ ബലമായി കാറിലേക്ക് മാറ്റി. നീ ആരെ വേണമെങ്കിലും കൊന്നോളുവെന്നും എനിക്കൊരു പ്രശ്നവുമില്ലെന്നും എൻ്റെ മകളെ വെറുതെ വിടണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ നിന്നെ കൊന്നുകളയുമെന്നും ബിയോങ് തേജുവിനോട് ഭീഷണി മുഴക്കി. ഇതിനോടകം തന്നെ ഇരുവരും സൈക്കോ കില്ലേഴ്സാണെന്ന് അവർ പരസ്പരം മനസ്സിലാക്കിയിരുന്നു. ദുഃഖിതയായിരുന്നിരുന്ന സാന്ദ്രയോട് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കെല്ലാം മനസ്സിലാകുമെന്ന് ബിയോങ് അറിയിച്ചു. ശേഷം ബിയോങ് എക്സസൈസുകൾ ചെയ്തുകൊണ്ട് തൻ്റെ പഴയ ആരോഗ്യം വീണ്ടെടുക്കാനായി ശ്രമിക്കുകയാണ്. പിന്നീട് സാന്ദ്രയെ അവളുടെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ബിയോങ് തേജുവിനെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ബിയോങ് തേജുവിൻ്റെ താമസ സ്ഥലം കണ്ടെത്തി. തേജു കൊലപാതകങ്ങൾ ചെയ്യാനായി പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനായി രാത്രി മുഴുവൻ ബിയോങ് അവിടെ കാത്തുകിടന്നു. എന്നാൽ തന്നെ നിരീക്ഷിക്കാനെത്തിയിരുന്ന ബിയോങ്ങിനെ തേജു കണ്ടിരുന്നു. പിറ്റേന്ന് ഓർമ്മ നഷ്ടപ്പെട്ടിരുന്ന ബിയോങ്ങിനെയും കൊണ്ട് തേജു ബിയോങ്ങിൻ്റെ വീട്ടിലേക്കെത്തി. അങ്ങനെ തേജു തൻ്റെയും സാന്ദ്രയുടെയും വിവാഹത്തെപ്പറ്റി ബിയോങ്ങിനോട് പറയുകയാണ്. ഓർമ്മ നഷ്ടപ്പെട്ടിരുന്ന ബിയോങ് തനിക്ക് അൽഷിമേഴ്സ് ആണെന്നും 1 മാസത്തിനുള്ളിൽ അത് നടത്താമെന്നും തേജുവിനോട് പറഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ ആ ഒരു സമയത്ത് ബിയോങ്ങിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ പന്നിക്ക് ദയാവധം നൽകുന്ന മരുന്നുപയോഗിച്ച് തേജുവിനെ കൊല്ലാമെന്ന് തീരുമാനിച്ചു. എന്നാൽ അത് സാന്ദ്ര കാണുമെന്നുള്ളതിനാൽ അവൻ ആശ്രമത്തിൽ നിന്നും പിൻവാങ്ങി. തേജു പോയതിനു ശേഷം സാന്ദ്രയുടെ കഴുത്തിലുള്ള പാട് കണ്ട് നിന്നെ ഉപദ്രവിച്ചിരുന്നത് അവനാണോ എന്ന് ബിയോങ് സാന്ദ്രയോട് ചോദിക്കുകയാണ്. അതൊന്ന് രാത്രിയിൽ അച്ഛൻ തന്നെയാണ് ചെയ്തതെന്ന് സാന്ദ്ര ബിയോങ്ങിന് മറുപടി നൽകി. പിന്നീട് ബിയോങ് താൻ തൻ്റെ മകളെ അപായപ്പെടുത്താതിരിക്കാനായി അവളുടെ ഫോട്ടോ തൻ്റെ മാലയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒട്ടിച്ചു വെച്ചു. ആ രാത്രിയിൽ ബാസി ബിയോങ്ങിനെ കാണാനായി എത്തി. ഞാനാകെ നാണം കെട്ടുപോയെന്നും ഇത് മാനിൻ്റെ രക്തം തന്നെയാണെന്നും ബാസി ബിയോങ്ങിനെ അറിയിച്ചു. പോലീസുകാരനായ തേജു ലേബർ റിപ്പോർട്ടിൽ കൃത്രിമം നടത്തിയിരുന്നു. അന്ന് രാത്രിയിൽ തേജുവിനെ കാണാനായി കന്യാസ്ത്രീയായ അവൻ്റെ സിസ്റ്റർ മരിയ എത്തിയിരുന്നു. അന്ന് ഉറങ്ങുന്ന സമയത്ത് തൻ്റെ പിതാവിനെ സ്വപ്നം കണ്ട് ബിയോങ് ഞെട്ടിയുണർന്നു. ഈ ഒരു സമയത്താണ് അവൻ തൻ്റെ കൈകാലുകൾ തേജു ബന്ധിച്ചിരിക്കുകയാണ് എന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത്. തേജു അവൻ്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന ഡയറി കുറിപ്പുകൾ വായിക്കുകയും അതിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ചെയ്തിരുന്ന കൊലപാതകങ്ങളെല്ലാം ഞാൻ നിൻ്റെ പേരിൽ കെട്ടിവെക്കുമെന്ന് ഈ ഒരു സമയത്ത് തേജു ബിയോങ്ങിനോട് പറഞ്ഞിരുന്നു. പിന്നീട് അവൻ ബിയോങ്ങിൻ്റെ ഫോണിൽ നിന്നും ജോവിയെ വിളിച്ചു. അടുത്തതായി ഞാൻ കൊല്ലാൻ പോകുന്നത് ജോവിയെയാണെന്നും ആ കുറ്റവും നിൻ്റെ പേരിൽ ഞാൻ കെട്ടിവെക്കുമെന്നും തേജു ബിയോങ്ങിനോട് പറഞ്ഞു. ബിയോങ്ങിനെ അടിച്ച് ബോധരഹിതനാക്കി റൂമിലെ വസ്തുക്കളെല്ലാം പൂർവ്വസ്ഥിതിയിൽ വെച്ചതിനു ശേഷമാണ് തേജു അവിടെ നിന്നും തിരിച്ചു പോയിരുന്നത്. അതിനാൽ തന്നെ പിന്നീട് ബോധം വന്നിരുന്ന ബിയോങ്ങിനെ അത്തരമൊരു സംഭവം അവിടെ നടന്നിരുന്നു എന്ന് പോലും സംശയമായി. ഭീതിയോടെ ബിയോങ് ഒരു ടാക്സി വിളിച്ച് തൻ്റെ മകളെ മരിയയ്ക്കൊപ്പം കോൺവെൻറ്റിലേക്ക് പറഞ്ഞുവിടുകയാണ്. അന്നു രാത്രിയിൽ ബിയോങ് തേജുവിനെയും പിന്തുടർന്ന് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു വീട്ടിലേക്കെത്തി. ദൂരെ മറിഞ്ഞു നിന്നുകൊണ്ട് ബിയോങ് തേജുവിനെ വീക്ഷിച്ചു. അല്പസമയത്തിനു ശേഷം തേജു താൻ കൊന്നിരുന്ന യുവതിയുടെ മൃതശരീരവുമായി അവിടെ നിന്നും പോവുകയാണ്. ആ വീട്ടിലേക്ക് കയറി പരിശോധിച്ച ബിയോങ്ങിനെ അതിക്രൂരമായി ഒരു യുവതിയെ അവിടെയിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളതായി മനസ്സിലായി. അവിടെ നിന്നും ബിയോങ്ങിനെ തേജു വീഡിയോ ചിത്രീകരിച്ചിരുന്ന ഒരു ക്യാമറ കിട്ടി. അതിലെ വിഷ്വൽസ് പരിശോധിച്ചതോടെ അവൻ കൊലപ്പെടുത്തിയിരുന്നത് ജൂവിയെയാണെന്ന് ബിയോങ് തിരിച്ചറിയുകയാണ്. അവൻ ഈ ഒരു തെളിവ് തൻ്റെ പരിചയക്കാരനായിരുന്ന ബാസി എന്ന പോലീസുകാരന് കൈമാറി. അതോടെ അവർ കാര്യം അന്വേഷിക്കാനായി തേജുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ബിയോങ് ജൂവിയെ തലേ ദിവസം രാത്രിയിൽ വിളിച്ചിരുന്നെന്നും കൊലപാതകി അവനാണെന്നും തേജു ബാസിയോട് പറഞ്ഞു. പിന്നീട് തേജു സാന്ദ്ര എവിടെയാണെന്ന് ബിയോങ്ങിനോട് ചോദിക്കുകയാണ്. അവൾ തൻ്റെ സഹോദരിയായ മരിയയുടെ കൂടെ പോയെന്ന് ബിയോങ് അവർക്ക് മറുപടി നൽകി. ഇത് കേട്ട് ബിയോങ്ങിൻ്റെ സഹോദരി കൗമാരക്കാലത്തു തന്നെ ആത്മഹത്യ ചെയ്തിരുന്നതായി തേജു ഏവരെയും അറിയിക്കുകയാണ്. കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ബിയോങ് ആണെന്നും ഇയാൾ മുൻപും
നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇയാൾ ഒരു സൈക്കോയാണെന്നും തേജു ബാസിയോട് പറഞ്ഞു. ഇത് കേട്ട ബിയോങ് തൻ്റെ വാഹനമെടുത്ത് അവിടെ നിന്നും പാഞ്ഞു പോവുകയാണ്. അവൻ നേരെ തൻ്റെ സഹോദരിയെ കാണാനായി അവൻ പോയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു. മുൻപ് പോയിരുന്നപ്പോൾ അവനവിടെ മറന്നു വെച്ചിരുന്ന ഭക്ഷണപ്പൊതി ഇപ്പോഴും അവിടെയുണ്ട്. എന്നാൽ അവൻ പോയിരുന്ന ആ ഒരു സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതോടെ മരിയ എന്ന തൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്നുള്ളത് തൻ്റെ വെറും തോന്നൽ മാത്രമാണെന്നും അവന് മനസ്സിലായി. സത്യത്തിൽ സ്വന്തം പിതാവ് പീഡിപ്പിച്ചതിൽ മനംനൊന്ത് അവൻ്റെ സഹോദരിയായ മരിയ കൗമാരകാലത്തു തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. ഇക്കാര്യം ഓർമ്മയിലേക്ക് വന്നതോടെ അവൻ പൊട്ടിക്കരഞ്ഞു. ഈ ഒരു സമയത്ത് താൻ 17 വർഷങ്ങൾക്ക് മുൻപ് അവസാനമായി കൊന്നിരുന്ന ആ ഒരു യുവതിയെക്കുറിച്ചുള്ള ഓർമ്മകളും അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അവൻ അവസാനമായി കൊന്നിരുന്നത് അവൻ്റെ സ്വന്തം ഭാര്യയെ തന്നെയായിരുന്നു. അവൻ്റെ ഭാര്യയ്ക്ക് ഒരു രഹസ്യബന്ധമുണ്ടായിരുന്നു. അത് ബിയോങ് കൈയോടെ പിടികൂടുകയും അവളുടെ രഹസ്യ കാമുകനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് അവളിൽ നിന്നും സാന്ദ്ര തൻ്റെ കുട്ടിയല്ലെന്നും അത് ഭാര്യയുടെ കള്ളകാമുകൻ്റെ കുട്ടിയായിരുന്നെന്നും വിഷമത്തോടെ ബിയോങ് തിരിച്ചറിയുന്നത്. കോപത്തോടെ ഇരുവരെയും കൊലപ്പെടുത്തിയ ബിയോങ് അവരെ മുളങ്കാട്ടിൽ തന്നെ കുഴിച്ചിട്ടു. വിഷമത്തോടെ തിരിച്ചു വരുന്ന സമയത്ത് ബിയോങ് വാഹനത്തിലുണ്ടായിരുന്ന സാന്ദ്രയുടെ ഫോട്ടോ കയ്യിലെടുക്കാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ബിയോങ്ങിൻ്റെ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നതും അയാൾക്ക് അപകടം സംഭവിക്കുന്നതും. കോപത്തോടെ വീട്ടിലേക്കെത്തിയ ബിയോങ് തൻ്റെ കുഞ്ഞില്ലെന്നറിഞ്ഞ് കുട്ടിയായ സാന്ദ്രയെ കൊല്ലാനൊരുങ്ങി. ഈ ഒരു സമയത്ത് ബിയോങ്ങിന് ശക്തമായ തലവേദന അനുഭവപ്പെടുകയും അവൻ കുറച്ചു മുൻപ് നടന്നിരുന്ന കാര്യങ്ങൾ മറന്നു പോവുകയുമായിരുന്നു. പിന്നീട് തൻ്റെ മകൾക്ക് വേണ്ടി ബിയോങ് കൊലപാതക പരമ്പരകൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഇതേസമയം തേജുവിൻ്റെയും ബാസിയുടെയും നേതൃത്വത്തിലുള്ള പോലീസുകാർ ബിയോങ്ങിൻ്റെ മുളങ്കാട്ടിൽ പരിശോധന നടത്തുകയും നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും അവർ ബിയോങ്ങിൻ്റെ ഭാര്യയുടെ മൃതശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, കൂട്ടത്തിൽ കുറ്റം ബിയോങ്ങിൻ്റെ തലയിൽ ചാർത്താനായി തേജുവോടെ കുഴിച്ചിട്ടിരുന്ന ജോവിയുടെ മൃതശരീരവും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ താൻ തന്നെ ചെയ്തതായിരിക്കുമോ എന്ന് ബിയോങ്ങിനും തോന്നി. അങ്ങനെ ബിയോങ് വിഷം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൻ അവിടെ ഇരുന്നിരുന്ന ടേപ്പ് റെക്കോർഡർ ഓണാക്കി നോക്കുകയാണ്. അതിൽ സാന്ദ്ര റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നുള്ള തൻ്റെ പിതാവിൻ്റെ വാക്കുകളെ താൻ വിശ്വസിക്കുന്നതായി ആ ഓഡിയോയിൽ അവൾ പറയുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആ ഓഡിയോയിൽ രാത്രിയിൽ ബിയോങ്ങിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്ന തേജു ബിയോങ്ങിനോട് താൻ ചെയ്തിരുന്ന കൊലപാതകങ്ങളെ പറ്റി പറയുന്ന ഓഡിയോയും അതിലുണ്ടായിരുന്നു. താൻ ആ ഓഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന കാര്യം ബിയോങ് മറന്നു പോയിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് തേജു പറഞ്ഞയച്ചിരുന്ന പോലീസുകാർ ബിയോങ്ങിനെ പിടികൂടാനായി അവൻ്റെ പക്കലേക്ക് എത്തിയെങ്കിലും അവരെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ബിയോങ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ ഒരു സമയത്ത് ബിയോങ് സാന്ദ്രയെ ഏത് കാറിലാണ് കയറ്റിവിട്ടതെന്ന് ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഓർമ്മയില്ലാതെ താൻ സാന്ദ്രയെ കയറ്റിവിട്ടിരുന്നത് തേജുവിൻ്റെ കാറിൽ തന്നെയായിരുന്നുവെന്ന് ബിയോങ് ഭീതിയോടെ തിരിച്ചറിഞ്ഞു. അപകടം മനസ്സിലാക്കിയ ബിയോങ് ഉടൻ തന്നെ തേജു കുറ്റമേറ്റ് പറയുന്ന ഓഡിയോ തൻ്റെ പരിചയക്കാരനായ ബാസി എന്ന പോലീസുകാരനെ വിളിച്ച് കേൾപ്പിച്ചു. അതോടെ ബാസി സ്റ്റേഷനിലേക്ക് പോകാനാണെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കാറെടുത്തിറങ്ങിയ തേജുവിനെ പിന്തുടരാൻ ആരംഭിച്ചു. അങ്ങനെ ബാസി തേജു പോയിരുന്ന കാട്ടിലെ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഇക്കാര്യം അയാൾ ബിയോങ്ങിനെ വിളിച്ചറിയിച്ചു. അതോടെ ബിയോങ്ങും അങ്ങോട്ടേക്ക് പായുകയാണ്. ആ ഒരു വീട്ടിലാണ് തേജു സാന്ദ്രയെ ഒളിപ്പിച്ചിരുന്നത്. നിന്റെ അച്ഛൻ ഒരു സൈക്കോയാണെന്നും അയാൾ നിന്റെ അമ്മയെ കൊന്നവനാണെന്നും തേജു അവളോട് പറഞ്ഞു. ആ വീട് പരിശോധിച്ച ബാസിക്ക് തൻ്റെ പരിചയക്കാരിയായ സിഗരറ്റ് വിൽപ്പനക്കാരിയെ കൊലപ്പെടുത്തിയിരുന്നതും തേജു തന്നെയാണെന്ന് മനസ്സിലായി. അയാൾ ഇക്കാര്യം ബിയോങ്ങിനോട് ഫോണിൽ പറയാൻ ശ്രമിക്കുന്നതിനിടെ തേജു അത് കാണുകയും തേജു ബാസിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ചെയ്ത കൊലപാതകങ്ങളെല്ലാം ഞാൻ നിൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് ഈ ഒരു സമയത്ത് തേജു ബിയോങ്ങിനോട് ഭീഷണി മുഴക്കിയിരുന്നു. ഭാഗ്യവശാൽ അവൻ്റെ ഈ സംഭാഷണങ്ങൾ അങ്ങോട്ടേക്കെത്തിയിരുന്ന സാന്ദ്ര കേട്ടിരുന്നു. ഭീതിയോടെ സാന്ദ്ര ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും പുറകെ എത്തിയ തേജു അവളെ പിടികൂടുകയും ബന്ധനസ്ഥയാക്കുകയും ചെയ്തു. പിന്നീട് തേജു തൻ്റെ തലയിലെ ഒരു ഭാഗം തകർന്നിട്ടുള്ളതായി സാന്ദ്രയെ കാണിക്കുകയാണ്. കുട്ടിക്കാലത്ത് അവൻ്റെ അമ്മയെ അവൻ്റെ അച്ഛൻ വ്യവസ്ഥയാക്കി ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഇത് കണ്ട് സഹിക്കാനാവാതെ തേജു ഒരു നാൾ തൻ്റെ പിതാവിനെ കുത്തി. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട് അവൻ്റെ അമ്മ തന്നെ അവൻ്റെ തലയ്ക്കടിക്കുകയാണ്. അങ്ങനെയാണ് തേജുവിനെ ഈ ഒരു പരിക്ക് പറ്റിയിരുന്നത്. അന്ന് തൊട്ട് തേജുവിന് യുവതികളോട് വെറുപ്പായി. അങ്ങനെ അവൻ യുവതികളെ കൊല്ലാനായി ആരംഭിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു.
ഇപ്പോൾ സംഭവിക്കുന്നതിനെല്ലാം കാരണക്കാരൻ നിന്റെ അച്ഛൻ തന്നെയാണെന്നും തേജു അവളോട് പറഞ്ഞു. പിന്നീട് തേജു തൻ്റെ വാഹനത്തിലേക്ക് കയറി. എന്നാൽ ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയിരുന്ന ബിയോങ് തേജുവിൻ്റെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയാണ്. പിന്നീട് ബിയോങ് തൻ്റെ മകളെ അന്വേഷിച്ച് ആ ഒരു വീടിനകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് താനെന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്ന് ബിയോങ് മറന്നു പോവുകയാണ്. ഈ ഒരു സമയത്താണ് തെറിച്ചു വീണിരുന്ന തേജു ബിയോങ്ങിൻ്റെ പക്കലേക്ക് എത്തുന്നത്. അവൻ ആരാണെന്നറിയാതെ ഒളിച്ചു കിടന്നിരുന്ന സാന്ദ്രയെ ബിയോങ് തേജുവിനെ കാണിച്ചു കൊടുത്തു. ഉടൻ തന്നെ തേജു കഴുത്തു ഞെരിച്ചുകൊണ്ട് ബിയോങ്ങിനെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് സാന്ദ്ര പപ്പ എന്ന് അലറി വിളിച്ചു. അതോടെ ബിയോങ്ങിനെ സുബോധം തിരിച്ചു കിട്ടി. അങ്ങനെ അവരിരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറുകയാണ്. ഭാഗ്യവശാലി ഒരു സമയത്ത് പൊട്ടിയ പ്ലേറ്റ് ഉപയോഗിച്ച് സാന്ദ്രയ്ക്ക് കയ്യിലെ കെട്ട് മുറിച്ചു മാറ്റാനായി സാധിച്ചിരുന്നു. അവൾ തേജുവിൻ്റെ കയ്യിൽ നിന്നും ബിയോങ്ങിനെ രക്ഷിക്കാനായി ശ്രമിച്ചെങ്കിലും തേജു അവളെ അടിച്ചു വീഴ്ത്തി. സംഘട്ടനത്തിനിടെ ബിയോങ്ങിനെ കുത്തേറ്റിരുന്നു. എങ്കിലും ബിയോങ് കഴുത്തു ഞെരിച്ചും കുത്തിയും തേജുവിനെ കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് അമ്മയെ കൊന്നത് അച്ഛനാണോ എന്ന് സാന്ദ്ര ബിയോങ്ങിനോട് ചോദിക്കുകയാണ്. അമ്മയെ മാത്രമല്ല, നിരവധി പേരെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബിയോങ് അവളോട് കുറ്റസമ്മതം നടത്തി. അവരെല്ലാം മരിക്കേണ്ടവരായിരുന്നുവെന്നും അവൻ അവളെ അറിയിച്ചു. പക്ഷെ നീ ഒരു കൊലപാതകയുടെ മകളല്ല, കാരണം നീ എൻ്റെ മകളല്ലെന്ന് ബിയോങ് അവളോട് വെളിപ്പെടുത്തി. പിന്നീട് പോലീസ് എത്തി. പണ്ട് ചെയ്തിരുന്ന കൊലപാതകങ്ങളുടെ പേരിൽ ബിയോങ്ങിനെ അറസ്റ്റ് ചെയ്തു. ആ നാളുകളിൽ ബിയോങ്ങിൻ്റെ അസുഖം മൂർച്ഛിച്ചിരുന്നു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിയോങ്ങിൻ്റെ പക്കലുണ്ടായിരുന്ന സാധനങ്ങൾ സാന്ദ്രയ്ക്ക് കൈമാറി. സാന്ദ്ര അതിലുണ്ടായിരുന്ന ബിയോങ്ങിൻ്റെ ടേപ്പ് റെക്കോർഡ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതിൽ അവസാനമായി അവൻ റെക്കോർഡ് ചെയ്തിരുന്ന ഓഡിയോ ഇപ്രകാരമായിരുന്നു: സാന്ദ്ര എൻ്റെ മകളാണ്. തേജു എന്ന സൈക്കോ അവളെ അപായപ്പെടുത്തുന്നതിന് മുൻപ് അവനെ കൊലപ്പെടുത്തണം. ജീവിതത്തിൽ അവസാനമായി എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം ഇതാണ്. ആ ഓഡിയോ കേട്ടതോടെ ബിയോങ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് സാന്ദ്ര വേദനയോടെ മനസ്സിലാക്കി. അങ്ങനെ സാന്ദ്ര അഗതി മന്ദിരത്തിലേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് ഓർമ്മ നഷ്ടപ്പെട്ടിരുന്ന ബിയോങ് മുടിവെട്ടാൻ കൂട്ടാക്കാതെ ഇരിക്കുകയായിരുന്നു. സാന്ദ്രയെ കണ്ട ബിയോങ് അത് തൻ്റെ സഹോദരിയായ മരിയയാണെന്നാണ് കരുതിയിരുന്നത്. പിന്നീട് സാന്ദ്ര ബിയോങ്ങിൻ്റെ മുടി വെട്ടിക്കൊടുത്തു. ശേഷം അവൾ ബിയോങ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വെള്ള ഷൂ അവൻ്റെ കാലിൽ അണിയിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ബിയോങ്ങിനെ അല്പസമയത്തേക്ക് സ്വബോധം തിരിച്ചു കിട്ടുകയാണ്. അതോടെ അവൻ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് സാന്ദ്രയുടെ ഓർമ്മകൾ ഓടിയെത്തി. അതോടെ അവൻ്റെ മനസ്സിലേക്ക് തേജുവും കടന്നു വരികയാണ്. തേജുവിനെ അവൻ കൊലപ്പെടുത്തിയിരുന്ന വിവരം ഇതിനോടകം തന്നെ അവൻ മറന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ബിയോങ് വീണ്ടും തേജുവിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് കുറച്ചകലെയായി തേജു നിൽക്കുന്നതായി ബിയോങ്ങിന് തോന്നി. അങ്ങനെ ബിയോങ് രൂക്ഷമായ ഭാവത്തോടെ നോക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.